എന്ത് വില കൊടുത്തു എനിക്ക് അവന്മാരെ പിടിച്ചേ പറ്റത്തുള്ളടോ. ആ SP-യുടെ കഴുതയെന്നുള്ള വിളി ഇനി എനിക്ക് കേൾക്കാൻ വയ്യ. കുഴപ്പമില്ല സാറേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. അതാണല്ലോ കുഴപ്പം. നോക്ക്, ആ CI സിംഗം ശിവൻ, അയാളെ കണ്ണിപ്പെടണ്ട. നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം എടുക്കാം. നീ വണ്ടി എടുക്ക. നിക്കേട്ടാ, ഇയാളുടെ കൂടി സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. എങ്ങനെ? കുറച്ച് തൊട്ടെറിഞ്ഞാ മതി. ആഹാ, എടാ നിനക്ക് ഇടയ്ക്കൊക്കെ ബുദ്ധി വരുന്നുണ്ടല്ലേ. വാ സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ നമ്പ്യാർ. ഞാൻ മേനോൻ. ഞാൻ നായർ. നീയോ? ഞാൻ പണിക്കുന്നു. എന്തോ ജാതി പറഞ്ഞു കളിക്കുന്നു? അല്ല സാർ, ഞങ്ങള് നമ്പ്യാരെന്ന് പറയുകയായിരുന്നു. ഞങ്ങളൊരു ഡീല് സംസാരിക്കാൻ വന്നതാ. സാറിന് ഞങ്ങൾക്ക് ഒരുപോലെ ഗുണമുള്ള കാര്യ. എന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരാം സാർ. പറയൂ. ഞങ്ങളും ആ ബാങ്ക് കൊള്ളക്കാരുടെ പുറകില. കൊള്ളയടിച്ചവന്മാർ ഇപ്പൊ എവിടാന്നൊക്കെ ചില സൂചനകള് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് വിട്ടുതരണം, എന്നിട്ട് അറസ്റ്റ് ചെയ്യാവൂ. വെറുതെ വേണ്ട, സാറിന് ഇഷ്ടം പോലെ കൈക്കൂലി തരും. കൈക്കൂലിയോ? എനിക്കോ? സാറേ നീ വന്നേ. ഞെട്ടിന് കണ്ടാ തോന്നുന്നു ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന്. ആ ശ്വാസം വിട്ടേ. എന്റെ സാറേ, സാറായിട്ട് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. പതുക്കെ പറയാം. ഇവന്മാരുമായിട്ടുള്ള ഡീല് സമ്മതിച്ചാൽ കള്ളന്മാരെയും കിട്ടും, ക്യാഷും കിട്ടും. പിന്നെ ആ SP സാറ് സാറിനെ വിളിക്കുന്ന കഴുതെന്നുള്ള വിളിയില്ല, അതും ഉണ്ടാവില്ല. പിടിക്കാനാണോ എന്തോ? എന്താ സാർ? കൈക്കൂലി തരില്ല സാർ. അതിനല്ലടോ, പിന്നെ ഡീല് സമ്മതിച്ചു. സമ്മതിച്ചു. സെൽഫി എടുക്കാം. സെൽഫിക്കായിരുന്നു. എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയേ. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിനക്കിതെന്താ പറ്റിയത്? നിനക്ക് ആ ടാക്സി ഡ്രൈവർ പെണ്ണുമായിട്ട് എന്താ ബന്ധം? ആ കുട്ടിയെ നിനക്ക് ഇതിനു മുമ്പ് അറിയോ? മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷിംലയിൽ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന കാലം. നല്ല വരുമാനം, നല്ല ജീവിത സാഹചര്യങ്ങൾ. എങ്കിലും നാട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ ഒറ്റപ്പെടലും ഏകാന്തതയും അലട്ടിയിരുന്ന സമയം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുന്ന അമ്മ आप जाओ और 5 बजे आओ. എന്ത് രസമായിട്ടാണ് ഹിന്ദി സംസാരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലുമാണോ പഠിച്ചത്? മലയാളിയാ? ഒരു വർഷം മുമ്പ് വരെ. ഇപ്പൊ ഇവിടുത്തെ ലോക്കലാ? അല്ല, അപ്പോ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ നിങ്ങളെ കളിയാക്കിയതൊക്കെ സാരല്ല. എന്നെ കുറിച്ച് ഇതിൽ മോശമായ കാര്യങ്ങളാണ് സാധാരണ ആൾക്കാർ സംസാരിക്കാറുള്ളത്. അപ്പോ 5 ബജെ മേ ആത്താ.